തബ്രാനി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, മിന എന്ന് പറയുന്നത് ഗർഭപാത്രം പോലെയാണ്. ചെറിയ സ്ഥലമായിരിക്കും, പക്ഷെ എത്ര ആൾക്കാർ വന്നാലും എന്ത് ചെയ്യും, അതിൽ ഉൾക്കൊള്ളുന്നതാണ്. നമുക്കറിയാലോ, കുട്ടികളെന്ന് പറഞ്ഞാൽ എത്ര വലുതായാലും ഗർഭപാത്രം അതിന്റെ വയറ് അത്ര ഉണ്ടാവുള്ളൂ, പക്ഷെ എന്നാലും അതിൽ ഉൾക്കൊള്ളും. അതുപോലെ തന്നെ മിന എന്ന് പറഞ്ഞാല് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും ഈ സ്ഥലമാകെ ഈ മലന്റെ ഇടയിലുള്ള ഈ സ്ഥലമേ ഉള്ളൂ, പക്ഷെ അത്രയും ആൾക്കാർ എന്ത് ചെയ്യും, മിന ഉൾക്കൊള്ളും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ടെന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം നിർമ്മാണമാണ്. അത്ര അങ്ങനെ തീയൊന്നും കത്താത്ത രീതിയിലുള്ള നിർമ്മാണമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു പാലത്തിന്റെ മുകൾക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാഴ്ച കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ നമ്മള് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ കിടത്തിയ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറക്കാൻ കിടത്തിയിട്ടുള്ള സ്ഥലം ഇൻഷാ അല്ലാഹ് നമ്മൾ കാണും. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് എണീപ്പിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക. അതായത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞ ചെറിയ കുട്ടി ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇസ്മായിൽ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന കുട്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ഒരുപാട് ദുആകൾക്ക് ശേഷം മറ്റൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഉണ്ടായ ആ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷത്തിലേക്കുള്ളതാണ് സ്വപ്നത്തിൽ കാണുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കൽപ്പന കിട്ടിയത്. നമുക്കറിയാം, നബിമാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വഹിയാണ്. അപ്പൊ അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് അത് പറയുകയും, ചെറിയ കുട്ടിയാണ്, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഉപ്പാനോട് നിങ്ങൾ അറുത്തോളി എന്ന് പറയുകയും, അങ്ങനെ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ അറക്കാൻ പോകുന്ന സമയത്താണ് ഇബ്ലീസ് ശല്യം ചെയ്യുന്നതും. അങ്ങനെ ഇബ്ലീസ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, കുട്ടീനെ കൊണ്ട് അറക്കിയെന്ന് നോക്കുമ്പോൾ ഇവർ കല്ലെടുത്തെറിയും. വീണ്ടും എന്ത് ചെയ്യും, ഇബ്ലീസ് പോയി രണ്ടാമത് വീണ്ടും വരും, ശല്യം ചെയ്യുമ്പോൾ വീണ്ടും കല്ലെടുത്തെറിയും. അങ്ങനെയാണ് എന്ത് ഇബ്ലീസിനെ എറിയ എന്ന് പറയല്, ഷെയ്ത്താൻ എറിയ എന്നൊക്കെ പറയുന്ന ജംറകളുടെ ഏറ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്താൽ നടന്നു വന്ന വഴികളാണ്. ആ കുട്ടീനെ അറക്കാൻ വേണ്ടിയിട്ട്, കിടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിടത്തി അറക്കാൻ വേണ്ടി കൊണ്ടുവന്ന വഴിയാണ്. അവസാനം അവരത് കത്തിയെടുത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അവിടെ കിടത്തിയിട്ട് അറക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തില്ല, ആ കത്തി എത്ര ശ്രമിച്ചിട്ടും എന്തില്ല, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മുറിയുന്നില്ല. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ആടിനെ ഇറക്കിയിട്ട് എന്ത് ചെയ്തു, അതിനെ അറക്കാൻ പറയുകയും അങ്ങനെ അത് അറക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ആ ഒരു കടത്തിയ സ്ഥലം എന്ന് പറയുന്നത്, മക്കയിലുള്ള ആളുകളൊക്കെ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇടത് ഭാഗത്തേക്ക് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഇടത് ഭാഗത്ത് ആ മലന്റെ മുകളിലേക്ക് ചെറിയൊരു ഇത് കാണാം. അതൊരു സിമന്റിന്റെ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട്. അവിടെ ഒരു കുപ്പത്തെ ചെറിയൊരു സ്തൂപം ആ മലിന്റെ മുകളിൽ എല്ലാവരും കണ്ടോ? ആ സ്ഥലത്താണ് അത്രേന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ കടത്തിയത് എന്നാണ് ഇവിടെ വരുന്ന ആളുകളൊക്കെ പറയാറുള്ളത്. മക്കയിലെ മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ട്, ആ വലതു ഭാഗത്തുള്ള മലയിലാണ്. എങ്കിലും ഇതാണ് എല്ലാവരും കാണിച്ചു കൊടുക്കാറുള്ളത്. ആ കാണുന്ന സ്തൂപത്തിന്റെ അവിടെ ആയിരുന്നു അത്ര ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ കടത്തിയത്. ആ മലിന്റെ മുകളിൽ കണ്ടില്ല എല്ലാരും, ഇടത് ഭാഗത്ത് ചെറിയൊരു ഓട്ടമുള്ള ഒരു സിമെന്റിന്റെ ഒരു ചെറിയൊരു കുപ്പ കണ്ടാ, ഓട്ടെ